ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ കോളിയാസ് പ്ലാന്റ്സിനെ കുറിച്ചാണ്. എല്ലാവർക്കും സുപരിചിതമായ ഒരു ചെടിയാണ് ഈ കോളിയാസ് പ്ലാന്റ്. ഈ ചെടിക്ക് കണ്ണാടി ചെടി, അതുപോലെ തന്നെ മാസംമാറി ചെടി, കളർ ചെടി എന്നെല്ലാം പറയും കേട്ടോ. അപ്പോൾ എൻ്റെ നാട്ടിൽ പറയുന്ന പേര് മാസംമാറി ചെടി കേട്ടോ. ഞങ്ങൾ എല്ലാവരും പറയുന്നത് ഇതിന് മാസംമാറി ചെടി എന്നാണ്. മാസംമാറി ചെടി എന്ന് പറയാൻ കാരണം ഓരോ മാസം കൂടുമ്പോഴും ഇതിൻ്റെ ഇലകളിൽ പല പല കളർ വരും. അപ്പോൾ ഇതിൽ തന്നെ നമുക്കറിയാം ഒരുപാട് കളർ ഡിഫറൻസ് കളേഴ്സിൽ ഇത് നല്ല ഭംഗിയായിരിക്കുന്നത് കണ്ടില്ലേ. അതുപോലെ ഇപ്പോൾ ഈ ഒരു ചെടി ഇങ്ങനെയാണെങ്കിൽ അടുത്ത മാസത്തിൽ ഈ ഒരു ലീഫിൽ കളർ ചേഞ്ചിങ് വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നിങ്ങളെ കയ്യിലൊക്കെ ഇതുപോലെ മാസം മാറി ചെടി ഉണ്ടെങ്കിൽ നിങ്ങളത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു ഇലകളിൽ വർണ്ണ വിസ്മയം തീർക്കുന്ന ഒരു ചെടിയാണ് ഈ ഒരു കണ്ണാടി ചെടി അല്ലെങ്കിൽ മാസംമാറി ചെടി. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആട്ടോ. പെട്ടെന്ന് വേര് പിടിപ്പിക്കാൻ പറ്റും. അത് മണ്ണിൽ നട്ടാലും വേര് പിടിപ്പിക്കാൻ പറ്റും, അതുപോലെ തന്നെ വെള്ളത്തിൽ നട്ടാലും വേര് പിടിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കണ്ണാടി ചെടി ഇവിടെ, അതായത് ഈ മാസംമാറി ചെടി ഒരുപാട് ഉണ്ടായിരുന്നു മുമ്പ്, പല കളറിലും. പിന്നെ നല്ല പച്ച കളറ്, ലൈറ്റ് പച്ച, അതുപോലെ തന്നെ നല്ല നല്ല കോഫി റെഡിലും, അതുപോലെ തന്നെ നല്ലൊരു പർപ്പിൾ കളറിലൊക്കെ പല കളറിലും ഉണ്ടായിരുന്നു. നമുക്കറിയാം ലീഫിൻ്റെ ആകൃതിയിലും അതുപോലെ തന്നെ നിറത്തിലും ഒരുപാട് വ്യത്യസ്തമാക്കുന്ന ഒരു ചെടിയാണിത്. ഇതിൻ്റെ ഇലകൾ തന്നെ പല ആകൃതിയിലാട്ടോ ഇതിൻ്റെ ഇലകൾ ഉണ്ടാവുക. അതുപോലെ തന്നെ പല കളറിലും 100-ലധികം കളേഴ്സ്, അതായത് 100-ലധികം വെറൈറ്റികൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 4-5 വെറൈറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതന്നെ ഞാൻ ഓരോ സ്ഥലത്തുനിന്ന് ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഗാർഡനിൽ ഈ ഒരു ചെടി മാത്രം മതി കേട്ടോ. ഈ ഒരു കണ്ണാടി ചെടി, അതായത് മാസംമാറി ചെടി മാത്രം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഗാർഡനിൽ ഇത് നിറയുന്ന നമുക്ക് കാണാം, അല്ലെങ്കിൽ വർണ്ണ വിസ്മയം തീർക്കുന്ന നമുക്ക് കാണാൻ പറ്റും. കാരണം ഈ ഒരു ചെടിക്ക് നമുക്ക് വെയിലാണ് കൂടുതൽ ആവശ്യം കേട്ടോ. വെയിൽ നന്നായിട്ട് വെയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്ലാന്റിലെ ഈ ഒരു കളർ വ്യത്യാസങ്ങൾ, അതായത് ഇതിൻ്റെ നല്ല കളറ് കിട്ടുകയുള്ളൂ. ഇതിപ്പോൾ ഈ ഒരു ചെടിയാണ് കേട്ടോ. ഈ ഒരു തണ്ട്, അതായത് ഞാൻ ഈ ഒരു ഭാഗം ഇവിടുന്ന് പൊട്ടിച്ചത്, ഈ ഒരു കഷ്ണം, ഈ ഒരു ഭാഗം ഞാൻ പൊട്ടിച്ചിട്ടാണ് ഇതിൽ നട്ട് വെച്ചിട്ടിപ്പോൾ എനിക്ക് തോന്നുന്നു 2 ആഴ്ചയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ അപ്പം ഇത്രത്തോളം വളർന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചെടി, അതായത് പിന്നെ മാസംമാറി ചെടി, അതിൽ കോളിയാസ് ചെടി ഒരുപാട് പൊക്കത്തിൽ വളരാൻ നമ്മൾ സമ്മതിക്കരുത്. ഒരുപാട് പൊക്കത്തിൽ വളർന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഭംഗി നഷ്ടപ്പെടും. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്കിതൊന്ന് ബുഷിയാക്കാനും അതുപോലെ തന്നെ ഇതിന് നല്ല ഭംഗി കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഇങ്ങനെ വളരുന്ന സമയത്ത് അതിൻ്റെ മുകൾ വശം ഇത് കട്ട് ചെയ്ത് പോലെ ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ചട്ടിയിലേക്ക്, ഈ ഒരു ഗ്രോ ബാഗിലേക്ക് നട്ടു കൊടുത്തത്. അപ്പോൾ ഇതിനിപ്പോൾ കുറച്ച് പൊക്കം വെക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ഇതിൻ്റെ പകുതി വെച്ച്, അതായത് ഈ ഒരു പോർഷൻ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് വേറെ ഒന്നിലേക്ക് നട്ടു കൊടുത്താൽ മതി. അങ്ങനെ നട്ടു കൊടുക്കുമ്പോഴാണ് ഈ ഒരു പ്ലാന്റ് നല്ല ബുഷിയാകുകയും ചെയ്യും. അതും നമുക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗത്തുനിന്ന് കൂടുതൽ ശിഖരങ്ങൾ വരും. ശിഖരങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കണ്ടില്ല, ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തതിന് ശേഷം കണ്ടില്ലേ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ പൊട്ടി വരുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പിന്നെ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൺലൈറ്റ് നല്ല ആവശ്യമുള്ള ചെടിയാണ്, അതുപോലെ തന്നെ വെള്ളം ആവശ്യമുള്ള ചെടിയാണ് കേട്ടോ. നമ്മൾ വേനൽക്കാലത്തൊക്കെ 2 പ്രാവശ്യം നനച്ച് കൊടുക്കണം ഈ ഒരു ചെടിക്ക്. നന്നായിട്ട് പിന്നെ ഈ ഒരു ചട്ടിയിൽ അല്ലെങ്കിൽ മണ്ണ് നനയുന്ന വരെ നമ്മളിത് നനച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. വെള്ളം ഇല്ലെങ്കിൽ ഇത് വാടി പോകുന്നതും കാണാം. വൈകുന്നേരം ആകുമ്പോഴേക്ക് അല്ലെങ്കിൽ ഉച്ച സമയത്തൊക്കെ നമ്മൾ നല്ല വെയിലത്തല്ലേ വെക്കുന്ന സമയത്ത് ഇത് വാടി പോകുന്നതും കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഏതൊരു മണ്ണിലും, അതായത് വെള്ളം കെട്ടി നിൽക്കാത്ത ഏതൊരു മണ്ണിലും പെട്ടെന്ന് പിടിക്കുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ ഈ ഒരു കണ്ണാടിച്ചെടി. യാതൊരു കെയറിങ്ങും ഇല്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. പിന്നെ മറ്റുള്ള ചെടികളെ പോലെ നമുക്ക് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ വെയിൽ വേണ്ട തണൽ വേണം ഇങ്ങനെയൊന്നും പറയണ്ട. ഇത് നമുക്ക് നല്ലൊരു വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കളർഫുള്ളായിട്ട് ഇതിൻ്റെ ഇലകളൊക്കെ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഗാർഡനിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞില്ല, ഇതിൽ പൂക്കളുണ്ടാകും. ആ പൂക്കൾ തന്നെ പൂമ്പാറ്റ നിന്നിട്ട് പരാഗണം നടത്തിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് 2 പൂമ്പടിയും തമ്മിൽ ഇങ്ങനെ മുട്ടിച്ച് കൊടുത്തിട്ട് ആ ഒരു വിത്ത് വീണിട്ടുണ്ടെങ്കിൽ വേറൊരു ചെടി ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ പറ്റും.
അങ്ങനെയാണ് ഇതിന് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ മാസം ഇതിങ്ങനെ മാസം മാറി എന്ന് പറയുമ്പോൾ ഇത് മാസം ഇതിൻ്റെ കളർ ഇങ്ങനെ മാറുന്നതുകൊണ്ട് നമുക്കൊരു 3 കളർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് പിന്നീട് കുറച്ച് കഴിയുമ്പോഴേക്ക് 5 വെറൈറ്റി ആകും കേട്ടോ. ഇതാണ് നമുക്ക് വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. 4-5 വെറൈറ്റി നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് 5-6 വെറൈറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് വെള്ളത്തിലായാലും ഞാൻ വെള്ളത്തിൽ വെച്ചതിന് ശേഷം വെള്ളത്തിൽ വേര് വന്നതിന് ശേഷം ഒരു ഷോർട്ട് വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളത്തിൽ പെട്ടെന്ന് വേര് പിടിപ്പിക്കുക, മണ്ണിലും പെട്ടെന്ന് വേര് പിടിപ്പിക്കുക, അങ്ങനെയൊന്നും ഒരു വളമൊന്നും ഇട്ട് കൊടുക്കണ്ട. പിന്നെ ഞാനിവിടെ കൂടുതൽ ചെടിയുള്ള കൊണ്ട് തന്നെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കല്ലോ, വെള്ളവും വളമൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇവരെ മാത്രം പട്ടിണിയൊക്കെ ഇടണ്ട വിചാരിച്ചിട്ട് ഇവർക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ കുറച്ച് നമുക്കറിയാം പിന്നെ ഈ ഇലച്ചെടികൾക്കൊക്കെ പിന്നെ നൈട്രജൻ കണ്ടൻറ്റുള്ള വളമാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ പഴത്തൊലിൻ്റെയൊക്കെ വെള്ളം ഞാൻ 5-6 ദിവസം പിന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് ഡൈലൂട്ട് ചെയ്തിട്ടൊക്കെ കുറച്ച് ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ കൂടുതലൊന്നും ഒഴിക്കാനുള്ള സമയമായിട്ടില്ല. എൻ്റെ കയ്യിൽ ആകെയുള്ള കോളിയാസ് ചെടി ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ഇവിടെ കോളിയാസ് ചെടി ഒന്നുമില്ല. ഇതിൽ നിന്ന് ഞാൻ ഈ കൂടുതൽ വെറൈറ്റികൾ ഉണ്ടാക്കിയതിന് ശേഷം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിതെങ്ങനെയാണ് ബുഷിയാക്കിയിട്ട് ഇതാക്കുന്നതും ഇതിൻ്റെ ഒരു പിന്നെ പ്രൊപ്പഗേഷൻ മെത്തേഡും അതുപോലെ തന്നെ ഇത് നമുക്ക് നമ്മുടെ ഗാർഡനിൽ എങ്ങനെ ഭംഗിയാക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു കോളീസ് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ, അത്ര ലെങ്ത്തൊന്നും ഇല്ലാത്തൊരു വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു കണ്ണാടി ചെടി അതായത് കോളിയാസ് ചെടി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒട്ടും മടി കൂടണ്ടേ, നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും നാളത്തെ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.